അതെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഞാൻ വെച്ച് കൊടുക്കണം. മൂന്ന് തൈ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് നമ്മുടെ ഈ പൂച്ചേനൊക്കെ വാങ്ങിച്ച കട. അവിടെ തന്നെ ഈ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഒരു നഴ്സറിയാണത്. അവിടെ എല്ലാ തരം തൈക്കളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് സാധാരണയായിട്ട് ഈ വെജിറ്റബിൾസിൻ്റെയും അതുപോലെ ഫ്ലവേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയും തൈകൾ വരുന്നത്. ആ ഒരു ദിവസമാണ്. അപ്പോൾ നാളെയാണത്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നാളെ പോയാൽ നമുക്ക് വേറെ തൈകളും കിട്ടുമെന്ന് പറഞ്ഞു. മെയിനായിട്ട് പയറിൻ്റെ അന്വേഷിച്ച് പോയതാണ്. പയറാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് വിളവ് തന്നിരുന്നത്. പയർ 2-3 പ്രാവശ്യമൊക്കെ വിളവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പയർ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പിള്ളേർക്ക് ഭയങ്കര നല്ലതാണ്. അത് എളുപ്പമാണ് ഉണ്ടാക്കാനും ഒക്കെ. പീച്ചിങ്ങ പിന്നെ ഫേവറേറ്റ് ആയതുകൊണ്ടും അത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ചെമ്മീനൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ നട്ട തൈക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 2-3 ദിവസം നല്ല മഴയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും മഴയൊക്കെ മാറി. അങ്ങനെ നമ്മുടെ 3 പീച്ചി തൈയും നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഓക്കെ, ഇതുപോലെ ഈ പുഴു വന്ന് കംപ്ലീറ്റ് ഈ ചീരയുടെ ഈ വേപ്പിൻ്റെ ഇലയൊക്കെ തിന്നതാണ് കേട്ടോ. അതെ, ഇപ്പോൾ രണ്ടാമതും വന്നിട്ടുണ്ട്. ഈ പുഴുവാണ് കേട്ടോ ഈ വേപ്പിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്നത്. ഭയങ്കര ശല്യം അതിനെക്കൊണ്ട്. ഇതിന് നമ്മൾ വേപ്പെണ്ണയൊക്കെ ഇട്ടുള്ള ഒരു മരുന്നുണ്ട് കേട്ടോ, അത് തെളിക്കണം. എടുത്ത് കളയട്ടെ ഇവിടുന്ന്. അതിനവിടുന്ന് എടുത്ത് കളഞ്ഞേട്ടോ. നമ്മുടെ പൂമ്പാറ്റാവാനുള്ള പുഴുവായിരുന്നു അത്. ചിലപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ നിർത്താറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ പാവം തോന്നണില്ല. കാരണം ഫുള്ളെല്ലാം പറിച്ച് തിന്നുപോയി. അപ്പം ശരി, എന്നാൽ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.